പറയാനുണ്ട്. നേരത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, മറ്റു പല സംഭവങ്ങളുണ്ടായി. ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പം ഗുരുപൂജ വിവാദം ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു മൈമിന്റെ ഒരു വിവാദം ഉണ്ടായി. അതുപോലെ തന്നെ ഇപ്പൊ എനിക്കറിയുന്ന കാര്യമുണ്ട്. ഞാനിപ്പോ ഇവിടെ പലരും പറഞ്ഞല്ലോ വളരെ രമ്യമായി പരിഹരിക്കുന്നു പറഞ്ഞില്ലേ. രമ്യമായി പരിഹരിച്ച പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അടുത്ത കാലത്ത് കറുപ്പ് വസ്ത്രം ധരിച്ച് കുട്ടികൾ വന്നപ്പോൾ കോളേജിൽ തടയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ തടഞ്ഞു കഴിഞ്ഞിട്ട് അത് ആരും പുറത്തറിയാത്ത രീതിയിൽ പരിഹരിച്ചു. അങ്ങനെ വേണ്ടിയിരുന്ന് പരിഹരിക്കാൻ. ഇപ്പൊ എറണാകുളത്ത് സംഭവിച്ചെന്താ, ഇത് വലിയധികം വിവാദമായി, വലിയ ചർച്ചയായി, സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ അപകടവും സംഭവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഗുണകരമായിട്ടും ദോഷകരമായിട്ടും എത്ര വീഡിയോകളും എത്ര റൈറ്റപ്പുകളാണ് സോഷ്യൽ മീഡിയ. താങ്കൾ പറഞ്ഞത് സ്കൂളിലായിരുന്നോ? അല്ലല്ല, കോളേജിലാ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം അത് അടഞ്ഞ അധ്യായമാണ്. ഇപ്പൊ ഞാൻ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മുസ്ലിം മാനേജറുള്ള കോളേജുകൾ തന്നെ ഈ പറയുന്ന മുഖം മറച്ച വസ്ത്രം ധരിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ അത് ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞു നിങ്ങൾ ചെയ്തത് നന്നായി. മതനിരപേക്ഷ സമൂഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറേ നിങ്ങൾ ചെയ്തത് നന്നായി. അപ്പൊ അത്തരത്തിൽ നല്ലൊരു കേരളം ഉണ്ടാകുക എന്നുള്ളത്, നല്ല ഉന്നത വിദ്യാഭ്യാസ രംഗം ഉണ്ടാകുക എന്നുള്ള ഇതിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ മാത്രമല്ല, ഞാൻ JNUവിന്റെ കോഡ് മെമ്പറാണ്. അതുപോലെ തന്നെ മലയാള യൂണിവേഴ്സിറ്റിയുടെ അഡ്വൈസറി ബോർഡിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എടുക്കുന്ന നിലപാട് കേരളത്തിന്റെ പൊതു നന്മയാണ്. അത് എല്ലാ മതവിഭാഗങ്ങൾക്കും, എല്ലാ ലിംഗങ്ങൾക്കും, എല്ലാ പ്രായത്തിലുള്ളവർക്കും നന്നാവണം. നമ്മുടെ കേരളം ഈ പറഞ്ഞ രീതിയിൽ ഒരു ഭാർഗവ്യ നിലയം ആകാതെ, ഇപ്പോഴത്തെ സ്ഥിതി എന്താ, ഒരു കാലത്ത് നമ്മൾ മിഡിൽ ഈസ്റ്റിനാണ് നമ്മുടെ ആൾക്കാർ പോയിരുന്നെങ്കിൽ ഇപ്പൊ യൂറോപ്പിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. കേരളത്തിൽ എന്ത് സാഹചര്യമാണുള്ളത്? ആ സാഹചര്യം ഉണ്ടാക്കാൻ വിദ്യാഭ്യാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ അതിന്റെ ഏറ്റവും എന്തായാലും സമയം അതിക്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അതിഥികൾക്ക് ഒരു അല്പസമയം കൂടി തുടരാമെങ്കിൽ ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞുപോയി. തുടരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ശ്രീ അനുരാഗ്. അല്ല, ഞാൻ പറഞ്ഞ ഈ വിവാദത്തെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും.